എത്ര ഗംഭീരമായിട്ടാണ് വിജി തമ്പി ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ തൻ്റെ സിനിമയിൽ പ്രമേയമാക്കിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് അശോക് കുമാർ, നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇടതുപക്ഷം ഈ മതേതര നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. BJPയെയും മുസ്ലിം ലീഗിനെയും ഒരേപോലെ ഒരേ ത്രാസിൽ വെച്ച് തുലനം ചെയ്യുകയാണ് ശ്രീ ജലീൽ പുനലൂർ. അഡ്വക്കേറ്റ് അശോക് കുമാർ. അല്ല, ജലീല് നാഷണൽ ലീഗിന്റെ പ്രതിനിധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ എന്ന് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ച ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിന്റെ പാർട്ടിയുടെ അനുഭാവിയിൽ നിന്ന് അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ പ്രശ്നം ബാബരി മസ്ജിദിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടു. ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതായത് അക്രമകാരിയായ ബാബർ ഉത്തരേന്ത്യയിലേക്ക് അക്രമത്തിലൂടെ വരികയും അവിടെ ക്ഷേത്രം ധ്വംസനം നടത്തി അവിടുത്തെ ആ ചരിത്രം പറയാം. ആ ചരിത്രമല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് പൂർണ്ണമായി സമാധാനത്തിന്റെ പാതയിലായിരുന്നു. അത് അതിന് ഇരുകൈയും നീട്ടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കച്ചവടത്തിന്റെ, സമാധാനത്തിന്റെ, സാമൂതിരിമാരുടെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരേന്ത്യയിൽ അക്രമത്തിനിരയായ ഇസ്ലാമിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാമും കേരളത്തിൽ ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹം അവിടെ മുൻകാലത്ത് ഒരു ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ക്ഷേത്രമാണെങ്കിൽ അത് ഹിന്ദു വിശ്വാസികളിലേക്ക് തിരിച്ചു പോകുന്നതിന് തങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല എന്നാണ് ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളുടെ ഒരു ധാരണ. പക്ഷെ അതിനെ എതിർത്ത് അതിനെ കത്തിക്കാനും അതിനെ സാമുദായിക സ്പർദ്ധയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് അത് മുസ്ലിം ലീഗ് ആയിരുന്നു, അതുപോലെ തന്നെ ഇടതുപക്ഷമായിരുന്നു. അതുകൊണ്ട് അത് വിടുകയാണ് ഏറ്റവും നല്ലത് ഈ നാഷണൽ ലീഗിന്റെ പ്രതിനിധിക്ക്. മറ്റൊരു കാര്യം, ഇവിടെ ഈ നിലവിളക്കിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ പ്രശ്നം. നമുക്കറിയാം അബ്ദുറഹ്ബ് മന്ത്രിയായിരുന്ന സമയത്ത് ഗംഗ എന്ന മന്ദിരത്തിന്റെ പേര് മാറ്റി ഗ്രേസ് എന്നാക്കിയ രീതി നമുക്കുണ്ട്. ഇപ്പൊ പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കാറ്റും വെളിച്ചവും കടക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണ വരണം എന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. നമ്മളിത് പരിഷ്കരിക്കാൻ പോയാൽ നമ്മളെ ഇവർ ഇസ്ലാം വിരുദ്ധരാകും, ഇസ്ലാമിയ ഫോബിയക്കാരാക്കും, അവർ വർഗീയവാദികളാകും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഇപ്പൊ ഒരു പെൺകുട്ടി, പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ തെഹലിയ എന്ന പെൺകുട്ടി MLA, അവരൊരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയപ്പോഴേക്ക് ഉമ്മർ ഫൈസി മുക്കം എന്ന് പറയുന്ന സമസ്തയുടെ നേതാവ് വന്നിട്ട് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി ആ പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ആദ്യം പുറത്താക്കപ്പെടേണ്ടത് നമ്മുടെ മദ്രസ പീഡകരാണ്. ഒരു 1000 മദ്രസ പീഡകരുടെ FIR-കൾ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉള്ളത് എടുത്ത് ഈ മത നേതൃത്വത്തിന്റെ കയ്യിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അവരെ പുറത്താക്കുന്നില്ലല്ലോ. ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഏറ്റവും കൂടുതൽ പലിശ വാങ്ങുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ മലബാറിലെ മിക്കവാറും എല്ലാ ബാങ്കുകളുടെ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്, അവരുടെ ആളുകളാണ്. അപ്പോൾ അവര് ഇങ്ങനെയുള്ള ഇസ്ലാമിലെ ഹറാം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് പള്ളിക്കുള്ളിൽ നിലവിളക്ക് കൊളുത്തണമെന്നല്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ പോലും തെറ്റില്ല. കാരണം മാലിക് ദിനാറിന്റെ പള്ളിയിലും ഒരു പൊതു ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുന്നത് പോലുള്ള പൊതുസമൂഹം അംഗീകരിക്കുന്ന നിലപാട്